അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കത്തിൽ നിന്ന് മദീനത്തിലേക്ക് ഹിജറ പോയിട്ട് മക്കത്തെ ആൾമാരെ നിരന്തരമായ കിരുക്കുള സഹിക്കോ തീരാണ്ട് ഹിജറത്ത് അള്ളാഹു സമ്മതം കൊടുത്ത ഹിജറ പോയ മദീനത്തിൽ അവിടെയും ശത്രുക്കളെ ഉപദ്ര ജോറായിട്ട്. മക്കത്തിൽ മുശ്രിക്കുകയാണെങ്കിൽ മദീനത്തിൽ യഹൂദികളെ ഉപദ്രവായിട്ടുണ്ട്. മദീനത്തെ ആസുപാസിലെല്ലാം യഹൂദികൾ ജീവിച്ചിട്ടിരുന്നാർ. ജൂതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയും ഒരുപാട് ഗൂഢതന്ത്രങ്ങൾ സഞ്ചിക റൂപിച്ചിട്ട് അങ്ങ് ഉപദ്രവാക്കോ തുടങ്ങിയാർ. അവസാനം ആ യഹൂദികളെ ബാഹുല്യമുള്ള പ്രദേശമായിട്ട് ഈ ഖൈബർ ചെല്ല പ്രദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരുമാനിച്ചിട്ട് ഇനി ഇങ്ങൊരു തിരുകേട്ട് കൊടുത്തില്ലെങ്കിൽ ഇങ്ങ നിരന്തരമായിട്ട് ഉപദ്രവാക്കിണ്ടിക്കിടാറ് ചെന്ന് വിചാരിച്ചിട്ട് ഖൈബറിലെ യഹൂദികളൊട്ട യുദ്ധം സാരിത്ത്. അങ്ങനെ യഹൂദിയുമായിട്ട് ഖൈബറിലെ യഹൂദികളൊട്ട ഘനഘോരമായ യുദ്ധമായിട്ട് അൽഹംദുലില്ലാ മുസ്ലിമീങ്ങോ വമ്പിച്ചമായ വിജയം കിട്ടിത്ത്. വിജയത്തെ സന്തോഷത്തിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു പറയുമ്പോഴത്തേക്ക് ഒരു യഹൂദി കുടുംബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെല്ലാറ് ഞങ്ങൾ ഇസ്ലാം സ്വീകരിക്കൂ എന്താക്കിയാൽ ഞങ്ങൾ തീരുമാനിച്ചിര. അതുകൊണ്ട് ഞങ്ങൾ കൂട്ടത്തോടെ ഇസ്ലാം വേണ്ട, ദയമായിട്ട് ഞങ്ങൾ ഔത്തു വന്നിട്ട് ഒരു ദാവത്ത് സ്വീകരിക്കണം, ഔത്തിലൊരു ഗമ്മത്താക്കില്ല നിങ്ങൾക്കും സഹാബത്ത് കണ്ട്. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പിത്ത് ആ ദാവത്ത് പോയിട്ട് അങ്ങനെ എല്ലാവരും ചോറിന് ഉദിച്ചാറ്. നല്ല ആർഡർ ബിരിയാണി എന്താക്കി ആർഡർ ഇറച്ചിട്ട് ചോറ് ഉണ്ണും തുടങ്ങുമ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ തന്നെ ചെന്ന് ഇർഫഉ ഐദിയക്കും ഫഇന്നഹാ അഖ്ബറത്നി അന്നഹാ മസ്മൂമാ ചെന്ന് സഹാബ ആറും ഉണ്ണണ്ട കൈ ഉയർത്തറു. ഈ ചോറുള്ളൂ ഈ ആടെ ഇറച്ചിൽ ബിസ ഇട്ട് പോയിസൺ ഇട്ടാറ് നാളെ കൊല്ല സഞ്ചായിട്ട് കിട്. സ്വഹാബത്തെല്ലാം ഞെട്ടിപ്പോയാറ്, കൈ ഉയർത്തിയാറ്. ഉടൻ തന്നെ ഔത്തങ്ങളെ വിളിച്ചിട്ട് എൻക്വയറി ആക്കുമ്പോൾ അങ്ങ് ഒക്കും. ഞങ്ങൾ ഈ ഒരു സഞ്ചാക്കിടെ ഒക്കും. ആ ചെന്നാൽ അറദിന ഇൻകുന്ത കാദിബൻ നസ്തരിയഹു മിൻക വൈൻകുന്ത നബിയൻ ലം യളുറക. ഞങ്ങൾ ഉദ്ദേശിച്ചത് നബിയെ നിങ്ങൾ കള്ള നബിൻ്റെ ആയെങ്കിൽ നിങ്ങളെ തൊട്ടു സമൂഹം രക്ഷപ്പെടണം. നിങ്ങൾ ഈ നാട്ടകാക്കണം, ആ നബി ചെന്നിട്ട് നാട്ടകാക്കണ്ടായെങ്കിൽ നിങ്ങൾ ഇതോടുകൂടി നിങ്ങളെ തൊട്ടു സമൂഹം രക്ഷപ്പെടണം. അതേ സന്ദർഭത്തിൽ വൈകുന്ത നബിയൻ നിങ്ങൾ നബിയാണെങ്കിൽ അമ്മി അതുറക്ക ഈ ഇറച്ചെന്നും ഈ വിഷയാൽ ഊട്ടപ്പെട്ടതായ ഈ ഇറച്ചി ഉണ്ടല്ലേ, ആ ഇറച്ചി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കല്ലേ. നിങ്ങൾ ഹക്കായി നബിയായെങ്കിൽ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാക്കല്ലേ. നിങ്ങൾ കള്ള നബിൻ്റെ ആയെങ്കിൽ നിങ്ങൾ ഇതോടുകൂടി നിങ്ങൾ അന്ത്യമാവണം. ഇത് ഉദ്ദേശിച്ചിട്ടായിട്ട് ഞങ്ങൾ എന്താക്കിയിട്ട് ഇറച്ചിക്ക് ബിസ ഇട്ടേ. അപ്പോൾ ഏതുമാവട്ടെ അതിൽ കൂടെ ജനമൂന്ന് സ്വഹാബിങ്ങും ആ ഇറച്ചി എഫക്റ്റായിട്ട് അങ്ങ് ഷഹീദായിട്ടുണ്ടെല്ലാം ചരിത്രമുണ്ട്. അപ്പോൾ ഒരു ഇറച്ചിയിൽ നിഗൂഢമായിട്ട് ഗുപ്തമായിട്ട് ആറ് ഗൊന്തില്ലാത്ത പോലെ ഇറച്ചിക്ക് വിസയിട്ടിട്ട് അതിൽ നബി തങ്ങൾ കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടൻ തന്നെ ചെന്നത് ആ ഇറച്ചിൽ എന്നിട്ട് വിസ കൊണ്ടോണ്ടു. അപ്പോൾ നബി എത്ര ഒരു ഹക്കായ നബിയായിട്ട് കിടന്നിട്ട് നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാവുള്ളൂ. ഇതുപോലത്തെ ഒരു സംഭവം നമുക്ക് കണ്ട് ഒരു ദാവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോറിന് ഉദച്ചിട്ട് എന്നിട്ട് ഉടൻ തന്നെ ചെന്ന് ഈ ചോറ് ഇറച്ചി ഈ അറുക്കപ്പെട്ടതായ ഈ ആട് യജമാൻ്റെ സമ്മതമില്ലാണ്ട് അറുക്കപ്പെട്ട ആടായിട്ട് കിടുക ചെന്ന് എല്ലാവരും നെറ്റിപ്പോയാറ്. അങ്ങനെ ഔത്രങ്ങളുടെ അന്വേഷിച്ചപ്പോൾ ഔത്രങ്ങൾ ഒപ്പിയാറ്. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തും അങ്ങ് ദാവത്താക്കോ പഠിത്താറ്. പക്ഷേ അർജൻറ്റ് ആട് കയറ്റ് മാർക്കറ്റിൽ പോയപ്പോൾ മാർക്കറ്റിൽ ആട് കിട്ടില്ല. പിന്നെ അപ്പുറത്തെ ഒരാട് ആ ആടിനെ അങ്ങ് എന്താക്കിയാറ് എടുത്തിട്ട് കറിയാക്കിയാറ്. വാസ്തവത്തിൽ അപ്പുറത്തെ ആട് കെട്ടിവെച്ചത് ഔത്തരം കഴിഞ്ഞിട്ടില്ല, അങ്ങ് ഇവിടെ പോയിന്നാറ്. അപ്പോൾ അങ്ങനെ സമ്മതമില്ലാണ്ട് ആടെടുത്തിട്ട് വാസ്തവം കട്ടെടുത്തിട്ടല്ല, പിന്നെ ആട് കൊടുക്കുക വന്നാൽ പിന്നെ ശരിയല്ലാതെ ഒന്ന് റേറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ
വേറെ ആട് തിരിച്ച് കൊടുക്കാൻ ചെന്ന് വിചാരിച്ചിട്ടായിട്ട് ആ ആട് എടുത്തിട്ട് അങ്ങ് കറിയാക്കിയിട്ട് വിത്തങ്ങ് കൊടുത്തിട്ട്. പക്ഷേ അള്ളാഹിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടൻ തന്നെ ചെന്ന് ഈ ആടിനെ ഇറച്ചി അഥവാ ഈ ആട് എടുത്തത് യജമാനവും സമ്മതമില്ല. അപ്പോൾ അത്രയും ഉള്ളതുപോലെ ഗൈബിക്ക് ഖബർ സുനാനെ വാലയെ ചെന്നിട്ടില്ലേ, അദൃശ്യമായ കാര്യത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ യഥേച്ഛമായിട്ട് ഇങ്ങനെ ചൊന്നുകൊണ്ടിരുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു എല്ലാം എന്താക്കിയെന്ന് അറിയിച്ചു കൊടുത്തിട്ടുന്നാണ്ട് ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. അള്ളാഹു ആ പൊന്നാര നബിയെ മനസ്സിൽ അന്തരാളത്തിൽ സ്നേഹിക്കുകയുള്ളതായ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കാറ്. ആ മുഹബ്ബത്ത് കാരണം കൊണ്ട് അള്ളാഹു നമ്മുടെ ദുനിയാവും ആഖിറവും സലാമത്താക്കട്ടെ. ആമീൻ.